Yes, ma'am. യെസ്. എങ്ങനെയുണ്ടായി വിഷുവൊക്കെ? എങ്ങനെയുണ്ടായി? നന്നായിരുന്നു മാം. നന്നായിരുന്നു. കൈനീട്ടമൊക്കെ കിട്ടിയോ? കൈനിറച്ച് സദ്യയൊക്കെ കഴിച്ചോ? എങ്ങനെയായിരുന്നു? കണിയൊക്കെ കണ്ടോ? ഓക്കെ. എല്ലാവരും എവിടെയാണ്? നിങ്ങളുടെ വീട്ടിലാണോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വീട്ടിലാണോ? എവിടെയാണ്? ഞങ്ങളുടെ വീട്ടിലാണ് മാം. ഓക്കെ. അടുത്ത് അപ്പൊ വിഷു കഴിഞ്ഞു, പെട്ടെന്ന് വിഷു കഴിഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താണ്? എനിക്ക് ഈസ്റ്റർ ആണ് അല്ലെ? ഇന്നിപ്പോ പെസഹ തിരുനാളാണ്. അപ്പൊ എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസിക്കാം. ഓക്കെ. നാളെ ക്ലാസ് ഉണ്ടാവില്ല. പെസഹ അപ്പമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? അപ്പം പാലൊക്കെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങള്? ഉണ്ടാക്കാറുണ്ട് അല്ലെ? ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളും ഉണ്ടാക്കാറുണ്ട്. കുറച്ചു പേരുള്ളല്ലോ ഇന്ന് ക്ലാസ്സില്. ഇന്നലെ ഇത്രേ ഉള്ളായിരുന്നു. 2 ദിവസം കൊണ്ട് 14 പേരൊക്കെ ഉള്ളു. ആണോ? ചിലപ്പോ ഒക്കെ ആയിട്ട് എല്ലാവരും ട്രിപ്പ് ഒക്കെ ആയിരിക്കും. ഓക്കെ. നമ്മള് ലേബർ റൂമിൽ കുറച്ച് ഭാഗം കൂടി എടുക്കാനില്ലേ? കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല, കുറച്ചും കൂടെ ഒന്ന് വേണം. ഓക്കെ. യെസ്, നോക്കാം. ഓക്കെ. യെസ്. Supervision for quality of care in the labor room. Supervision for quality of care in the labor room. ഏതൊക്കെ രീതിയിലാണ് സൂപ്പർവിഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലേബർ റൂമിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മേൽനോട്ടങ്ങളാണ് അവിടെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്നത്? ഓക്കെ. ഫസ്റ്റ് വൺ എന്താണ് വരുന്നത്? Should have a neatness checklist for evaluation that should be completed and signed by the supervisor who conduct a visit of the labor room. Should have a neatness checklist. എന്താണ്? ലേബർ റൂമിന്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ, അതിന്റെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിന് വേണ്ടിയിട്ടാണ് ചെക്ക് ലിസ്റ്റ് നോക്കുന്നത്? എത്രത്തോളം ലേബർ റൂമിന്റെ നീറ്റ്നെസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് ചെക്ക് ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോ ഓരോ സ്പേസസുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പൊ സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസസ് ലേബർ റൂമിന്റെ അകത്ത് വരുന്നുണ്ട്. അപ്പൊ ഓരോ റൂമിന് ഏതൊക്കെ രീതിയിലാണ് ക്ലീനിങ് പ്രോസസ്സുകൾ നടക്കുന്നത്, അതിനനുസരിച്ച് നല്ല ക്ലീനിങ് ആയിട്ടാണ് കൃത്യമായിട്ടാണോ ചെയ്തിരിക്കുന്നത്, ഗുഡ് ആണോ അല്ലെങ്കിൽ ആവറേജ് ആണോ എന്ന രീതിയിൽ ചെക്ക് ചെയ്യുന്നതിനായിട്ടൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും ഇവാലുവേറ്റ് ചെയ്യുന്നതിന്. ഓക്കെ. അപ്പൊ ആ പെർഫോമൻസ് അത് കൈകാര്യം ചെയ്യുന്നത് ആരായിരിക്കും? സൂപ്പർവൈസർ ആയിരിക്കും. ലേബർ റൂം സൂപ്പർവൈസർ ആയിരിക്കും ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചിട്ട് ലേബർ റൂമിന്റെ നീറ്റ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ അവർ വന്ന് അവിടെ വിസിറ്റ് ചെയ്തിട്ടായിരിക്കും ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ട് ലേബർ റൂം എന്ത് ചെയ്യുന്നത്? ഇവാലുവേഷൻ നടത്തുന്നത് അല്ലെ, വിശകലനം നടത്തിയിട്ടാണ് അത് ലാസ്റ്റ് അവർ ആ ചെക്ക് ലിസ്റ്റിൽ സൈൻ ചെയ്യുന്നത്. നീറ്റ്നെസ് ഓക്കെ ആണെങ്കിൽ എന്താണ്? കൃത്യമായിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ എന്താണ്? അവർ അവിടെ സൈൻ ചെയ്യും. ഓക്കെ. Then second one എന്താണ്? The facility in charge should visit labor room twice during each week. The facility in charge should visit labor room twice during each week. എന്താ പറയുന്നത്? ഫെസിലിറ്റി ഇൻചാർജിലുള്ള ആരായിക്കോട്ടെ അല്ലെ, മേൽനോട്ടം വഹിക്കുന്ന സൂപ്പർവൈസർ ആയിരിക്കും ലേബർ റൂം എപ്പോഴാണ് വിസിറ്റ് ചെയ്യുന്നത്? ട്വൈസ് ഡ്യൂറിങ് ഈച്ച് വീക്ക്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എന്താണ് ലേബർ റൂം ഇൻചാർജ് ഉള്ള
ഫെസിലിറ്റീസ് ഇൻചാർജ് ഉള്ള സ്റ്റാഫ് ആയിരിക്കും അത് വിസിറ്റ് ചെയ്യുന്നത്. ആഴ്ചയിൽ 2 ദിവസമെങ്കിൽ അത് എന്താണ് കൃത്യമായിട്ട് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, then third point എന്താണ്, the OBG or MU in charge of the labor room is required visit the labor room twice every day. The OBG എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ MU എന്ന് പറയുന്നത് എന്താണ്? OBG obstetrician and gynecology, obstetrician and gynecology അല്ലെങ്കിൽ MU എന്ന് പറയുന്നത് എന്താണ്? മെറ്റേണിറ്റി യൂണിറ്റ് കേട്ടോ. MU എന്ന് പറയുന്നത് മെറ്റേണിറ്റി യൂണിറ്റ് ആണ്. അപ്പൊ മെറ്റേണിറ്റി യൂണിറ്റിൽ ഇൻചാർജ് ഉള്ള അല്ലെ, ഇൻചാർജ് ഉള്ള ഒരു സ്റ്റാഫ് അല്ലെ, ഇൻചാർജ് ഉള്ള ഒരു ഹെഡ് ഉണ്ടായിരിക്കും. അദ്ദേഹം ആയിരിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, ലേബർ റൂം ഈസ് റിക്വയർഡ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് എവറി ഡേ. ആഴ്ചയില് എല്ലാ ദിവസവും 2 പ്രാവശ്യമെങ്കിലും എന്താണ് മെറ്റേണിറ്റി യൂണിറ്റ് ഹെഡ് ആയിരിക്കുള്ളൂ ആ ലേബർ റൂം വിസിറ്റ് ചെയ്യുന്നത്. അവിടുത്തെ നീറ്റ്നെസ് ഓക്കെ ആണോ, സ്റ്റാഫുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാ മെറ്റീരിയൽസും എക്യുപ്മെന്റ്സ് ഒക്കെ കൃത്യമായിട്ടുള്ള അതാത് സ്ഥാനത്താണോ വെച്ചിരിക്കുന്നത്, പേഷ്യന്റ് സേഫ്റ്റികൾ ഉറപ്പുവരുത്തുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത് ആരായിരിക്കും? മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഉള്ള വ്യക്തിയായിരിക്കും ഉള്ളത് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, then fourth point, the nursing supervisor or nurse in charge should visit at least once in every shift. The nursing supervisor or nurse in charge should visit at least once in every shift. എന്താ പറയുന്നത്, നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സ് ഇൻചാർജ് ഉള്ളവരായിരിക്കും എവറി ഷിഫ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, എവറി ഷിഫ്റ്റ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ല ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി ടീച്ചർ പറഞ്ഞല്ലോ, OBG എന്ന്. വിസിറ്റ് ചെയ്യാൻ അല്ലെ. ഇപ്പൊ നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സിംഗ് ഇൻചാർജ് ഉള്ളവരായിരിക്കും എല്ലാ ഷിഫ്റ്റിനനുസരിച്ച് എന്താണ് ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു പ്രാവശ്യമെങ്കിലും ലേബർ റൂം അവര് മാറി വരുമ്പോൾ ഷിഫ്റ്റിനനുസരിച്ച് ഓരോ സ്റ്റാഫുകളും നഴ്സുമാരും മാറി വരുന്നുണ്ട് അല്ലെ. മാറി വന്നാൽ എന്താണ് അവർ എല്ലാ പ്രാവശ്യവും എന്തായിരിക്കും ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. Then fifth point എന്താണ്, the supervisors should also analyze the availability of essential supplies and also make sure that all essential practice are being done suitably and in a timely manner. The supervisor should also analyze the availability of essential supplies. അപ്പോൾ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ലേബർ റൂം ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് ഇവരുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്? ഏതെങ്കിലും തരത്തിലുള്ള എസൻഷ്യൽ സപ്ലൈസുകൾ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മറ്റ് റിസോഴ്സസുകളൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ടൈംലി മാനറിൽ തന്നെയാണ്, കൃത്യസമയത്താണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൂപ്പർവൈസേഴ്സ് ലേബർ റൂം ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാ റിസോഴ്സസും അവിടെ അവൈലബിൾ ആകുന്നുണ്ടോ, അവൈലബിലിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൂപ്പർവൈസേഴ്സ് മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഷിഫ്റ്റ് അനുസരിച്ചിട്ടാണെങ്കിലും വീക്ക് അനുസരിച്ചാണെങ്കിലും എന്താണ് കൃത്യമായിട്ട് അവിടെ വന്ന് ടൈംലി മാനറിൽ എല്ലാ റിസോഴ്സസും അവൈലബിൾ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്, every Monday labor room practice review meeting should be arranged at each facility where all staff involved in care in the labor room should take part. They should ponder on ways to improve the quality in the labor room. Feedback, supportive supervisions should also be shared during these meetings. Okay. ഇനി എവറി മന്ത് ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ്, എല്ലാ മാസവും എന്താണ് എവറി മന്തും എന്താണ് ഒരു റിവ്യൂ മീറ്റിംഗ് നടത്തപ്പെടുന്നത്. ലേബർ റൂമിന്റെ പ്രാക്ടീസിനെ കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്യപ്പെടുന്നു. എന്തായിരിക്കും അവിടെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ മാസവും ലേബർ റൂമിൽ അറേഞ്ച് ചെയ്യുന്നത്?
ഇംപ്രൂവ് ക്വാളിറ്റീസ് അല്ലെ, ക്വാളിറ്റീസ് നല്ല രീതിയിലാണോ അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ സ്റ്റാഫുകൾ കൃത്യമായ രീതിയിലാണോ അവിടെ പ്രവർത്തിക്കുന്നത്, റിസോഴ്സസ് ഒക്കെ കൃത്യമായി അവൈലബിൾ ആണോ, ടൈംലി മാനറിലാണോ അവർ പ്രവർത്തിക്കുന്നത്, എല്ലാ കാര്യങ്ങളും കൃത്യമായ ഒരു ഇടവേള ഫ്രീക്വന്റ് ആയിട്ട് നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, ഓക്കെ, എല്ലാം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫീഡ്ബാക്സുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ റിവ്യൂ മീറ്റിംഗിലായിരിക്കും അവിടെ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പിന്നീട് എന്താണ്, പിന്നീട് അതിനുള്ള പരിഹാരങ്ങൾ കാണുന്ന രീതിയിലായിരിക്കും പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഒരു ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ് എല്ലാ മാസവും അറേഞ്ച് ചെയ്യുന്നത്. ലേബർ റൂമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് റിവ്യൂ മീറ്റിംഗ്സുകൾ എല്ലാ മാസവും അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, യെസ്, ഇങ്ങോട്ട് നോക്കാം എന്തൊക്കെയാണ് പറയുന്നത്. ഷുഡ് ഹാവ് നീറ്റ്നെസ് ചെക്ക് ലിസ്റ്റ് ഓഫ് ഫോർ ഇവാലുവേഷൻ ദാറ്റ് ഷുഡ് ബി കംപ്ലീറ്റഡ് ആൻഡ് സൈൻഡ് ബൈ ദ സൂപ്പർവൈസർ ടു കോണ്ടാക്ട് എ വിസിറ്റ് ഓഫ് ദ ലേബർ റൂം. ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും, നീറ്റ്നെസ് ചെക്ക് ചെയ്യുന്നതിനായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. അതിൽ കൃത്യമായിട്ട് ഇവാലുവേഷൻ നടത്തുന്നത് ആരായിരിക്കും, ഒരു സൂപ്പർവൈസർ ആയിരിക്കും. ലേബർ റൂം വിസിറ്റ് ചെയ്തുകൊണ്ട് ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് ലേബർ റൂം ഇവാലുവേറ്റ് ചെയ്യുന്നത്, അതായത് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും തരത്തില് പോരായ്മകൾ ഉണ്ടോ അല്ലെങ്കിൽ കൃത്യമായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ചെക്ക് ലിസ്റ്റ് നോക്കിയിട്ടാണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, ഫെസിലിറ്റി ഇൻചാർജ് ഷുഡ് വിസിറ്റ് ലേബർ റൂം ട്വൈസ് ഡ്യൂറിംഗ് ഈച്ച് വീക്ക്. അല്ലെ, ഫെസിലിറ്റി ഇൻചാർജ് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും എന്തായിരിക്കും ലേബർ റൂം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി OBG ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി അല്ലെങ്കിൽ മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഓഫ് ദ ലേബർ റൂം ഈസ് റിക്വയർഡ് വിസിറ്റ് ദ ലേബർ റൂം ട്വൈസ് എവറി ഡേ. മെറ്റേണിറ്റി യൂണിറ്റ് ഇൻചാർജ് ഉള്ള വ്യക്തി എന്താണ്, ലേബർ റൂം എവറി ഡേയിൽ 2 പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, 3 പോയിന്റ് വരെ ഓക്കെ ആണോ? Okay. Then third point എന്താണ്, the nursing supervisor or nursing charge should visit at least one in every shift. നഴ്സിംഗ് സൂപ്പർവൈസർ അല്ലെങ്കിൽ നഴ്സിംഗ് ചാർജ് ഉള്ളവര് എന്താണ് ലേബർ റൂം അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവറി ഷിഫ്റ്റിൽ, ഓരോ ഷിഫ്റ്റിനനുസരിച്ച് എന്താണ് ഒരു പ്രാവശ്യത്തിൽ വിസിറ്റ് ചെയ്തിരിക്കും. Then supervisor should also analyze availability of essential supplies and also make sure that all essential practices are being done suitably and in a timely manner. പിന്നെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ സൂപ്പർവൈസ് ചെയ്യുന്നത്, എല്ലാ എസെൻഷ്യൽ സപ്ലൈസും കൃത്യമായിട്ട് ലഭ്യമാക്കുന്നുണ്ട്, എല്ലാ കൃത്യമായിട്ട് എസെൻഷ്യൽ പ്രാക്ടീസസും നല്ല രീതിയിൽ സൂട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ടൈംലി മാനറിൽ അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നു. പിന്നീട് എന്താണ്, എല്ലാ മന്തും എവറി മന്ത് ലേബർ റൂം പ്രാക്ടീസ് റിവ്യൂ മീറ്റിംഗ് ഷുഡ് ബി അറേഞ്ച്. അല്ലെ, എല്ലാ മാസവും ഒരു റിവ്യൂ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ലേബർ റൂമിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ തരത്തിലുള്ള ഇംപ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് ഫീഡ്ബാക്കിൽ എന്തെങ്കിലും തരത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു റിവ്യൂ മീറ്റിംഗ്സുകൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ലേബർ റൂം ഷുഡ് thus provide standardized and high quality services during childbirth. Control of infection and safety are also vital factors looked into the labor room. എന്താ പറയുന്നത്, ലേബർ റൂം ഷുഡ് thus provide standardized and high quality service. ലേബർ റൂം ഏത് തരത്തിലുള്ള ഒരു സർവീസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രസവ സമയത്ത് വളരെ ഉയർന്ന നിലവാരമുള്ള അല്ലെ ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സർവീസസ് ആണ് നമുക്ക് ലേബർ റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, അണുബാധകൾ നിയന്ത്രിക്കുന്നതിനും അതോടൊപ്പം എന്താണ് സുരക്ഷയും കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ഡ്യൂറിംഗ് ചൈൽഡ് ബർത്തിന്റെ ടൈമിൽ എന്താണ്, കൺട്രോൾ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് സേഫ്റ്റി ആർ ഓൾസോ വൈറ്റൽ ഫാക്ടേഴ്സ് ലുക്ക്ഡ് ഇൻടു ദ ലേബർ റൂം. അതോടൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഹൈ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നതോടൊപ്പം തന്നെ എന്താണ്, ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള എല്ലാ പ്രിക്കോഷൻസും തന്നെ ലേബർ റൂംസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നമ്മുടെ ലേബർ റൂം എന്ന് പറഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നതിന് ഹോസ്പിറ്റൽ വാർഡ്സ് ആയിരിക്കും കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ്സ് ചെറിയൊരു ചാപ്റ്റർ ആണ്. PDF കാണാമോ? ഓക്കെ, എല്ലാവർക്കും PDF കാണാൻ പറ്റുന്നുണ്ടോ? ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്സ്. അതെ, സെക്കൻഡ് മൊഡ്യൂളിലല്ല, ഫസ്റ്റ് മൊഡ്യൂളിലാണ് കേട്ടോ. ഫസ്റ്റിലെയാണ്. നിങ്ങൾ മൊഡ്യൂൾ നോക്കണ്ട, ഒന്നും രണ്ടും മൊഡ്യൂളിലെ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എടുത്തുന്നിരിക്കും കേട്ടോ. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്താണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ടീച്ചേഴ്സ് പല ചാപ്റ്റേഴ്സ് ഷെയർ ചെയ്തല്ലേ എടുക്കുന്നത്. അപ്പൊ കറക്റ്റ് ഓർഡറിൽ തന്നെ എടുക്കണമെന്നില്ല. പക്ഷെ എക്സാമിന് മുമ്പ് ഒന്നും രണ്ടും മൊഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടായിരിക്കുള്ളൂ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും കേട്ടോ. ഒന്നും പേടിക്കേണ്ടതാണ്. നമുക്ക് തേർഡും ഫോറും മൊഡ്യൂൾസ് ആയിരിക്കുള്ളൂ ബുദ്ധിമുട്ട് വരുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്, വലിയ ചാപ്റ്റേഴ്സ് ആയിരിക്കും കേട്ടോ. കയ്യിൽ ഇപ്പൊ ടെക്സ്റ്റ് കിട്ടിയവർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. വലിയ ചാപ്റ്റേഴ്സ് 10-21 പേജ് ഉണ്ടാവും ഒരു ചാപ്റ്റേഴ്സ് തന്നെ. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ടാവും. കുറച്ച് നമുക്ക് ട്രൈ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, നിങ്ങളും കൂടി കോപ്പറേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ അതൊന്ന് നേരത്തെ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. പിന്നെ ആ ചാപ്റ്റേഴ്സുകൾ തീരാൻ ചിലപ്പോ ഒരു ചാപ്റ്റർ ചിലപ്പോ ഒരു 3-4 ആഴ്ചയൊക്കെ എടുത്തിട്ടായിരിക്കും തീരുന്നത്. ഓക്കെ, യെസ്, ചാപ്റ്റർ 10 ഹോസ്പിറ്റൽ വാർഡ്. ഹോസ്പിറ്റൽ വാർഡ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ട്. കാണാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്താണ് ഹോസ്പിറ്റൽ വാർഡിന് ഒരു ഡെഫിനിഷൻ നമുക്ക് പറയാൻ പറ്റുന്നത്? എന്തായിരിക്കും? അവിടെ നോക്കാതെ ഒന്ന് പറഞ്ഞേ. ഡെഫിനിഷൻ ഒന്ന് നോക്കാതെ ഒന്ന് പറഞ്ഞേ. എന്താണ് വാർഡിന്റെ ആവശ്യകത? Yes, so many beds for patients. Rooms, beds. Okay. Yes. Many patients ഉണ്ടായിരിക്കും. Yes, hospital room where patients are admitted is very good. Okay. നമുക്ക് definition നോക്കാം. A ward is a room in a hospital where beds are arranged for many people. Often, people who need similar treatment. Stay can be long-term or short-term depending upon the severity of condition. എന്താണ് ഡെഫിനിഷൻസിൽ പറയുന്നത്? ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ. വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഒരു റൂമാണ്. വേർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾസ്. ഹോസ്പിറ്റൽ ഒരു റൂമില് ഏകദേശം എത്രത്തോളം ഒരു ബെഡ്സ് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ മാക്സിമം ഒരു 4 ബെഡ്സ്, അല്ലെങ്കിൽ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ, കുറച്ചുകൂടി വലിയ വാർഡുകളാണെങ്കിലോ എത്ര ബെഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും? ആ 10-20 ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെ? വലിപ്പം അനുസരിച്ച് നമുക്ക് 10-30-50 വരെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ 10-50 വരെയൊക്കെ നമുക്ക് എന്താണ് അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? A ward is a room in a hospital where beds are arranged for many people, right? Of people who need similar treatment. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് പ്രത്യേകമായിട്ട് പേഷ്യൻസിനെ വാർഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വാർഡിൽ നമുക്ക് എങ്ങനെയായിരിക്കാം അവിടെ സ്റ്റേ വരുന്നത്? എങ്ങനെയാണ്?
Stay can be long term or short term depending upon the severity of condition. അല്ലെ, പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് പേഷ്യന്റ് എത്ര ദിവസം അവിടെ സ്റ്റേ ചെയ്യണമെന്ന് നമ്മൾ ഡോക്ടേഴ്സ് തീരുമാനിക്കുന്നത്. അല്ലെ, ചിലപ്പോൾ ലോങ് ടേം കിടക്കേണ്ടി വരാം, അല്ലെ കുറെ ദിവസം കിടക്കേണ്ടി വരാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ പേഷ്യന്റിന് ഡിസ്ചാർജ് ആയി പോവാം. അത് പേഷ്യന്റിന്റെ സിവിയറിറ്റി ഓഫ് കണ്ടീഷൻ അനുസരിച്ച്, അല്ലെ അസുഖത്തിന്റെ ആ ഒരു തീവ്രത അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പേഷ്യന്റിനെ വാർഡിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ലോങ് ടേമും വരാം, ഷോർട്ട് ടേമും വരാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിവിയറിറ്റി ഓഫ് കണ്ടീഷൻ. ഓക്കെ, എന്താണ് വാർഡ് എന്ന് പറയുന്നത്? എ വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വേർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ, ഓഫൻ people who need similar treatment. Stay can be long term or short term depending upon the severity of condition. മനസ്സിലായോ the definition? എന്താണ് ഹോസ്പിറ്റൽ വാർഡ് എന്ന് മനസ്സിലായോ? ഓക്കെ, യെസ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ ടീച്ചറിന്റെ PDF കിടക്കുന്നത് പോലെ തന്നെയാണോ നെക്സ്റ്റ് ഹെഡിങ് വന്നിരിക്കുന്നത്? പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ് എന്ന് തന്നെയാണോ കിടക്കുന്നത്? ഓക്കെ ആണ്. ഓക്കെ, എല്ലാവരും ഒരേപോലെയാണെന്ന് നോക്കണം കേട്ടോ. ഓക്കെ, യെസ്, വെരി ഗുഡ്. നെക്സ്റ്റ് വരുന്നത് ദ പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. ഇപ്പൊ ഓരോ വാർഡില് ഹോസ്പിറ്റൽ ഒരു വാർഡ് മാത്രമായിരിക്കും ഉണ്ടാകുന്നത്, അല്ലെ പല വാർഡ്സുകൾ ഉണ്ടായിരിക്കും, പല ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പല വാർഡ്സുകൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഓരോ വാർഡ്സിനും ഓരോ പർപ്പസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് നോക്കാം, എന്തൊക്കെ പർപ്പസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എന്താണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗം നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ട് വാർഡ്സുകൾ ഉണ്ടാകും, അല്ലെ. പർപ്പസ് എന്താണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. രോഗം നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും, അല്ലെ രോഗം നിർണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും. ദെൻ പ്രൊമോട്ടിംഗ് ഹെൽത്ത്. എന്താണ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്ന് പറയുന്നത്? വാർഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസിനെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്. വാർഡിൽ എന്തിനു വേണ്ടിയിട്ടാണ് അഡ്മിറ്റ് ചെയ്യുന്നത്? ഗുഡ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ്, അല്ലെ. കൃത്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് കൊടുത്ത് ഒരു ഗുഡ് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോ വാർഡിന്റെ മറ്റൊരു പർപ്പസ് ആണ് എന്താ? പ്രൊമോട്ടിംഗ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പർപ്പസ് ആണ് ടീച്ചിങ്. ടീച്ചിങ് അതെന്തുമായി ബന്ധപ്പെട്ട് വരുന്നു? ടീച്ചിങ്, യെസ്, വെരി ഗുഡ്. ഹെൽത്ത് എഡ്യൂക്കേഷൻസിന് വേണ്ടിയിട്ട്, അല്ലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവയർനെസ് പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാം എന്താണ് വാർഡ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ. ഹെൽത്ത് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ ഇപ്പൊ നമ്മുടെ കൊറോണ വന്ന സമയത്തൊക്കെ എന്താണ് ഒരുപാട് ടീച്ചിങ് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷനിലെ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ ടീച്ചിങ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹെൽത്ത് എഡ്യൂക്കേഷനുമായിട്ടുള്ള വിവരങ്ങളെ കൈമാറുന്നതിന്, അതിനെ കുറിച്ചിട്ടുള്ള അവബോധങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ വാർഡ്സ് നമ്മൾ ആ ഒരു രീതിയിലും എന്താണ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ. ഹോസ്പിറ്റൽ വാർഡ്സിലായിരിക്കും അത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിസർച്ച്. റിസർച്ച് എന്താണ്? രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ, അല്ലെ രോഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള പല ട്രീറ്റ്മെന്റ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പ്രത്യേക തരത്തിലുള്ള പല അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള റിസർച്ചുകൾ നടത്തുന്നതിന്. ഓക്കെ, ഫിഫ്ത്ത് വൺ എന്താണ്? റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. ഇതാണ് അടുത്ത പർപ്പസ് വരുന്നത്. റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. എന്താ പറയുന്നത്? രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള വൈദ്യ പരിചരണം നൽകുന്നതിന്, അല്ലെ. രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ടുള്ള മെഡിക്കൽ കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വാർഡ്സുകള് പ്രധാന പർപ്പസിൽ ഉൾപ്പെടുന്നതാണ്, അല്ലെ. റെൻഡർ
പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. രോഗികൾക്ക് പ്രൊഫഷണൽ നഴ്സിംഗ് വൈദ്യപരിചരണം നൽകുക. പിന്നെ എന്താണ് ലാസ്റ്റ് പോയിന്റ്, എന്താണ് ലാസ്റ്റ് പർപ്പസിൽ പറയുന്നത് എന്താ? പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്, essential drugs and all other stores requirements for patient care in an organized manner. Provide necessary equipments, essential drugs and all other stores requirements for patient care in an organized manner. പിന്നെ എന്ത് പർപ്പസ് ആണ് അവിടെ പറയുന്നത്? അതായത് ഒരു രോഗപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാത്തരം ഉപകരണങ്ങളും അല്ലെ, എല്ലാ എക്യുപ്മെന്റ്സുകളും, പിന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള മറ്റെല്ലാ സാധനങ്ങളും അല്ലെ, മറ്റെല്ലാ റിസോഴ്സസുകളും എന്താണ് നമ്മൾക്ക് കൃത്യമായത് ഒരു ഓർഗനൈസ്ഡ് മാനറിൽ എന്ത് ചെയ്യാൻ സാധിക്കണം? ആവശ്യാനുസരണം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാനും സാധിക്കുന്നത് എവിടെയായിരിക്കും? ഹോസ്പിറ്റൽ വാർഡ്സിലായിരിക്കും അല്ലെ. മെഡിസിൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് പ്രത്യേകമായിട്ട് എന്താണ്? പ്രൊവൈഡ് നെസസറി എക്യുപ്മെന്റ്സ്. നെസസറി എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? രോഗപരിചരണത്തിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റും എല്ലാ സ്റ്റോഴ്സുകളുടെ ആവശ്യകതകളും സംഘടിതമായിട്ട് കൊടുക്കുക. ഓർഗനൈസ്ഡ് മാനറിൽ എന്താണ് ആവശ്യാനുസരണം അത് വിതരണം ചെയ്യുന്നത് വാർഡുകളിലാണ്. ഓക്കെ, യെസ്, these are the purpose of any hospital wards. എന്തൊക്കെയാണ് അപ്പൊ നമ്മൾ പറഞ്ഞത്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഫസ്റ്റ് പർപ്പസ് പറയുന്നത് എന്താണ്? ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, രോഗം നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ട്. ദെൻ പ്രൊമോട്ടിംഗ് ഹെൽത്ത്, എന്താണ് ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നതിന്. ദെൻ ടീച്ചിങ് ഫോർ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ദെൻ റിസർച്ച്, എന്താണ് റിസർച്ച് എന്തായിട്ട് വരുന്നു? ഏതെങ്കിലും തരത്തിലുള്ള പർട്ടിക്കുലർ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഗവേഷണം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേക വിഭാഗങ്ങളുമായിട്ടുള്ള പ്രത്യേക ഗവേഷണങ്ങളൊക്കെ എന്തിലാണ് ഉൾപ്പെടുന്നത്? റിസർച്ചിൽ നമുക്ക് പറയാവുന്നതാണ്. ദെൻ റെൻഡർ പ്രൊഫഷണൽ നഴ്സിംഗ് ആൻഡ് മെഡിക്കൽ കെയർ ടു പേഷ്യൻസ്. രോഗികൾക്ക് പ്രൊഫഷണൽ ആയിട്ടുള്ള നഴ്സിംഗ് വൈദ്യപരിചരണം നടത്തുന്നു. പിന്നെ ആവശ്യമായിട്ടുള്ള നെസസറി എക്യുപ്മെന്റ്സുകളും മറ്റു മരുന്നുകളും എന്താണ് ആവശ്യാനുസരണം ഒരു ഓർഗനൈസ്ഡ് മാനറിൽ എന്താണ് കൃത്യമായിട്ട് അവൈലബിൾ ആക്കുന്നു. ഇതൊക്കെയാണ് എന്ത് ഹോസ്പിറ്റൽ വാർഡ്സിന്റെ പ്രധാന പർപ്പസിൽ വരുന്നത്. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? അടുത്തത് പറയട്ടെ ടീച്ചറെ? യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് കോൺസ്റ്റുവൻസ് ഓഫ് വാർഡ് സ്പേസസ്. കോൺസ്റ്റുവൻസ് ഓഫ് വാർഡ് സ്പേസസ് എന്താണ്? അതായത് ഹോസ്പിറ്റൽ വാർഡ്സിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് വരുന്നത്. പേഷ്യന്റ് സ്പേസ് അല്ലെ, പേഷ്യന്റ് സ്പേസ് വരുന്നു. നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്. ഇനി അവിടെ വരുന്ന എക്സ്ട്രാ പോയിന്റ്സ് കൂടി പറഞ്ഞുതരാം, വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. കോൺസ്റ്റന്റ് വാർഡ് സ്പേസിൽ നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി. എക്സ്ട്രാ വരുന്ന മറ്റ് സ്പേസസ് എന്തൊക്കെയാണെന്നാണ് കേട്ടോ. അതില് ഓക്കെ, നഴ്സിംഗ് സ്പേസ് പറഞ്ഞു. നഴ്സിംഗ് സ്പേസ് തന്നെയാണ് കേട്ടോ നഴ്സിംഗ് സ്റ്റേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നഴ്സിംഗ് സ്പേസ് തന്നെയാണ് നഴ്സിംഗ് സ്റ്റേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാത്റൂം ഫെസിലിറ്റീസ് വരാം അല്ലെ, ബാത്റൂം ഫെസിലിറ്റീസ് വരാം. അതൊക്കെ വാർഡിന്റെ പ്രധാന ഘടകങ്ങളിൽ വരുന്നതാണ് ബാത്റൂം ഫെസിലിറ്റീസ്, വാഷ്റൂംസ് ഒക്കെ. പിന്നെ വരുന്നത് എന്തൊക്കെയാണ്? വിസിറ്റർ സീറ്റിംഗ് ഏരിയാസ്. വിസിറ്റർ സീറ്റിംഗ് ഏരിയാസ്. visitor seating areas. Visitor seating areas വരുന്നുണ്ട്. ബാത്റൂം ഫെസിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ എന്താണ്? സ്റ്റോറേജ് ഏരിയാസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ്. സ്റ്റോറേജ് ഏരിയാസ് ഓഫ് storage areas for supplies and equipment കേട്ടോ. storage areas for supplies and equipment.
ഓക്കെ, നോട്ട് ചെയ്തോ അത്. യെസ്. അപ്പൊ ഒരു വാർഡിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് എന്താ പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. പേഷ്യന്റ് സ്പേസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? പേഷ്യന്റ് സ്പേസിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞേ, നമുക്കറിയാലോ. ബെഡ്സ് വരുന്നുണ്ട്, പേഷ്യന്റ് ബെഡ്സ്. ആ, പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ് സൂക്ഷിക്കുന്ന അല്ലെ, പേഷ്യന്റിന്റെ എല്ലാ സാധനങ്ങളും സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഷെൽഫ്സ് വരുന്നുണ്ടോ. പിന്നെന്താണ്, ടേബിൾ ഉണ്ടായിരിക്കും, പേഷ്യന്റ് ടേബിൾ ഉണ്ടായിരിക്കും. പിന്നെ അതായത് പേഷ്യൻസിന്റെ കംഫർട്ടബിലിറ്റി ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള എല്ലാ സാധനങ്ങളും പേഷ്യന്റ് സ്പേസിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും അല്ലെ. ഇതാണ് അപ്പൊ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഓക്കെ, പേഷ്യൻസിനെ കംഫർട്ടബിൾ ആണ്, വളരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഒരു സ്പേസ് ഉണ്ടാക്കണമെങ്കിൽ എല്ലാ സൗകര്യവും ഉറപ്പുവരുത്തുന്ന തരത്തിലായിരിക്കും എന്താ പേഷ്യന്റ് സ്പേസ് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ടാവുക അല്ലെ. നെക്സ്റ്റ് നഴ്സിംഗ് സ്പേസ്. നഴ്സിംഗ് സ്പേസിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? മെഡിസിൻസ് ഉണ്ടായിരിക്കും, ചാർട്ട്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. പേഷ്യൻസിന് ഇപ്പൊ വാർഡിൽ 15 പേഷ്യൻസ് ഉണ്ടെങ്കിൽ 15 പേഷ്യൻസിന് എന്തായിരിക്കും? റെക്കോർഡ്സ് ഉണ്ടായിരിക്കും അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ടേബിള്, ചെയർ, പിന്നെ ബിപി അപ്രാക്ടീസ് ഉണ്ടായിരിക്കും, ബിപി ചെക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവും, നെബുലൈസർ ഉണ്ടാവും, പിന്നെ എന്താണ് തെർമോമീറ്റർ, മറ്റ് ഡയഗ്നോസിസ് ചെയ്യാവുന്ന അത്യാവശ്യം ബേസിക് ഡയഗ്നോസിസ്, അതിൽ വൈറ്റൽ സയൻസ് നോക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം ഉപകരണങ്ങളും എവിടെ ഉണ്ടായിരിക്കും? നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നഴ്സസിന് എന്താണ് റെസ്റ്റ് എടുക്കുന്ന റെസ്റ്റ് റൂം വരെ നഴ്സിംഗ് സ്റ്റേഷനിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ കോറിഡോർസ്. കോറിഡോർസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കോറിഡോർ എന്താണ്? വാർഡ് സ്പേസിൽ ഒരു കോറിഡോർ ഉണ്ടായിരിക്കും അല്ലെ. മീൻസ് ഒരു വരാന്ത എന്ന് പറയും നമ്മളെ, ഇടനാഴി അല്ലെങ്കിൽ വരാന്ത എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കാം, നമുക്ക് റിഫ്രഷ് ചെയ്യുന്ന തരത്തിലുള്ള ചിലപ്പോ എന്താണ് ചെയേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വാഷ്റൂം ഫെസിലിറ്റീസ് വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ. ഇപ്പൊ തന്നെ ജസ്റ്റ് ഫ്രഷ് ആവുന്നതിൽ എന്താണ് വാട്ടർ അവൈലബിലിറ്റി ഉണ്ടാവും അല്ലെ, വാട്ടർ അവൈലബിലിറ്റി വെച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ നിങ്ങള്. അപ്പൊ ഒരു നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു സ്പേസ് ആയിരിക്കും വരാന്തയ്ക്ക് വേണ്ടി തന്നെ വെച്ചിരിക്കുന്നത്. പക്ഷെ പേഷ്യൻസിന് ഇപ്പൊ ഒന്ന് വാർഡിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു പ്രൈവസി ഉറപ്പുവരുത്തുന്ന തരത്തിലായിരിക്കും കോറിഡോർസ് അവിടെ ഹോസ്പിറ്റൽ വാർഡ്സിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി കാണാത്തതുണ്ടെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ശ്രദ്ധിച്ചോട്ടെ, വാർഡിന്റെ അടുത്ത് നല്ല വരാന്തകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, യെസ്. അല്ലെങ്കിൽ അതിന് ചുറ്റും എന്താണ് പിക്ചേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ, പിക്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, വാൾ പോസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. ചില വാർഡ്സിൽ TV ഉണ്ടായിരിക്കും അല്ലെ, ചില കോറിഡോർസിന്റെ അടുത്തായിട്ട് TVകൾ വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പ്രധാന ഘടകങ്ങളിൽ വരുന്ന ഒരു കോൺസ്റ്റന്റ് വാർഡ് സ്പേസസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ്, കോറിഡോർസ്, പിന്നെ എന്താണ് ബാത്റൂം ഫെസിലിറ്റി സ്പേസ്, ദെൻ സ്റ്റോറേജ് ഏരിയാസ് ഫോർ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഇനി കുറെ ഉണ്ട്, നമ്മൾ അത്യാവശ്യം ഇതിൽ മാത്രം പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാർഡ് സ്പേസുകൾ ഇത്ര നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് safe and comfortable environment for patients and സ്റ്റാഫ്സ് അല്ലെ. സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ എന്താണ് പേഷ്യൻസിനും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സ്പേസുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, യെസ്. അതോടൊപ്പം തന്നെ എന്താണ് എഫക്റ്റീവ് ആയിട്ടൊരു ഹെൽത്ത് കെയർ അല്ലെ, എഫക്റ്റീവ് ആയിട്ടൊരു ആരോഗ്യ പരിപാലനത്തിനും എന്താണ് ഇത്തരത്തിൽ നല്ല സ്പേസുകൾ കൃത്യമായ രീതിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്താണ് പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് കൂടിയിട്ടാണ് ഓരോ സ്പേസസിനും എന്താണ് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള എന്ത് കൊടുത്തിരിക്കുന്നത്, പരിഗണന കൊടുത്തിട്ടാണ് ഓരോ സ്പേസസും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ അതെ കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസസ്? ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്.
നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് വാർഡ്സ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് വാർഡ്സ്. നമുക്ക് ജനറൽ വാർഡ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉണ്ട്. ജനറൽ വാർഡ്സ് ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഉണ്ട്. ഓക്കെ, ജനറൽ വാർഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ വരുന്നത്? ജനറൽ വാർഡിന് ഒരു എക്സാമ്പിൾ പറയാമോ? ആ, ഫീമെയിൽ ആൻഡ് മെയിൽ വാർഡ്സ് ഉള്ള വരും അല്ലേ? ഓക്കെ, പിന്നെ പീഡിയാട്രിക്സ്. പീഡിയാട്രിക്സ് ജനറൽ വാർഡിലാണോ വരുന്നത്? ആണോ? ഒരു മിനിറ്റ്. ഓക്കെ, ഏതൊക്കെയായിരിക്കും ജനറൽ വാർഡിൽ വരുന്നത്? ഏതൊക്കെ പറഞ്ഞത്? സ്പെഷ്യലൈസ്ഡ് അല്ല. സ്പെഷ്യലൈസ്ഡിന് വേറെ വാർഡ്സ്. ജനറൽ വാർഡ്സിൽ എന്തൊക്കെ വരുന്നത്? ഒബ്സർവേഷൻ വാർഡ്സ് വരുന്നു അല്ലേ? ആ, ഫീമെയിൽ മെയിൽ വാർഡ്സ് വരുന്നുണ്ട്. ഒബ്സർവേഷൻ വാർഡുകൾ വരും. ജനറൽ വാർഡിലാണ് ഒബ്സർവേഷൻ വാർഡ് വരുന്നത്. പിന്നെ എന്താണ്? ബേസിക് മെഡിക്കൽ കെയർ കൊടുക്കുന്ന വാർഡ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ? ബേസിക് മെഡിക്കൽ കെയർ വാർഡ്സ് നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എഴുതി വെച്ചോളൂ കേട്ടോ. ജനറൽ വാർഡ്സിന് എക്സാമ്പിൾ ആയിട്ട് എഴുതി വെക്കൂ. ബേസിക് മെഡിക്കൽ കെയർ വാർഡ്സ്. ബേസിക് മെഡിക്കൽ കെയർ. പിന്നെ മോണിറ്ററിംഗ് ആൻഡ് ഒബ്സർവേഷൻ വാർഡ്. മോണിറ്ററിംഗ് ആൻഡ് ഒബ്സർവേഷൻ വാർഡ്സ്. മോണിറ്ററിംഗ് ആൻഡ് ഒബ്സർവേഷൻ വരുന്നുണ്ട്. ഇത് ജനറൽ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലെ? ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ജനറൽ വാർഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ എന്തൊക്കെ വരുന്നുണ്ട്? സ്പെഷ്യലൈസ്ഡ് വാർഡ്സ്. യെസ്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് എക്സാമ്പിൾ അവിടെ പറയുന്നുണ്ട് അല്ലെ? ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ന്യൂറോളജി ആൻഡ് ഒഫ്താൽമോളജി. ഓക്കെ, ഇവിടെ കുറച്ച് കൊടുത്തിട്ടുള്ള നമുക്കറിയാം അല്ലെ? ഇതിൽ കൂടുതൽ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്, സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പറയുന്നത് പഠിക്കാം അല്ലെ? ഓക്കെ, എന്തൊക്കെയാണ്? ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. നമുക്കറിയാലോ, ഗൈനക്കോളജി ആൻഡ് മെറ്റേണിറ്റി വാർഡ്. സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അല്ലെ? ഗൈനക്കോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. ദെൻ ഓങ്കോളജി എന്താണ്? ഓങ്കോളജി മെഡിസിൻ ആൻഡ് സർജറി. ആ, സ്റ്റഡി ഓഫ് ക്യാൻസർ അല്ലെ? ക്യാൻസറിനെ കുറിച്ചിട്ടുള്ള, ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക വാർഡാണ് ഇത്, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. ദെൻ നെഫ്രോളജി എന്താണ്? നെഫ്രോളജി സ്റ്റഡി ഓഫ് കിഡ്നീസ് അല്ലെ? നെഫ്രോളജി സ്റ്റഡി ഓഫ് കിഡ്നീസ്. ദെൻ ന്യൂറോളജി. ന്യൂറോളജി എന്താണ്? ന്യൂറോ സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം അല്ലെ? ന്യൂറോളജി സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം. യെസ്. ദെൻ ഒപ്താൽമോളജി. ഒപ്താൽമോളജി ഐ, സ്റ്റഡി ഓഫ് ഐ അല്ലെ? ഐ. യെസ്. അപ്പൊ ദീസ് ആർ ദ സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾസ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെക്കുക കേട്ടോ. സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കാറുണ്ട്. നെഫ്രോളജി, ഡയാലിസിസ് ആൻഡ് കാർഡിയോളജി ആൻഡ് CTVS പറഞ്ഞില്ല അല്ലെ? CTVS എന്താണ്? കാർഡിയോ തൊറാക്കിക് വെസ്കുലാർ സർജറി അല്ലെ? കാർഡിയോ തൊറാക്കിക് ആൻഡ് വെസ്കുലാർ സർജറി ഒക്കെ ഏതിലാണ് വരുന്നത്? നെഫ്രോളജിയിൽ വരുന്നതാണ് അല്ലെ? ഡയാലിസിസ് ആൻഡ് കാർഡിയോളജി. ഓക്കെ, നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോളജി ആൻഡ് CTVS. CTVSന്റെ എക്സ്പാൻഷൻ അറിയാത്തവർ വേണ്ടി നോട്ട് ചെയ്തോളൂ കേട്ടോ. Cardiothoracic and vascular surgery. Cardiothoracic and vascular surgery. Cardiothoracic and vascular surgery.
എന്തുമായി റിലേറ്റഡ് ആണ്? റിലേറ്റഡ് ടു ഹാർട്ട്, ലങ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. റിലേറ്റഡ് ടു ഹാർട്ട്, ലങ്സ് ആൻഡ് ബ്ലഡ് വെസൽസ്. ഓക്കെ, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ? ഈ ഡിപ്പാർട്ട്മെന്റ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അതിന്റെ ബോർഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്, ഒഫ്താൽമോളജി, ഓർത്തോ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, യെസ്. ഇനിയിപ്പോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നോക്കി പോകും. നമുക്ക് ആംബുലൻസിന്റെ ചാപ്റ്റർ വരുന്നുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പലർക്കും എന്താണ് ആംബുലൻസ് എന്നുള്ളത് വലുത് മനസ്സിലാവും. അപ്പൊ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കാണുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാവും എന്തൊക്കെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, എന്തൊക്കെ സിമ്പിൾസ്, സയൻസ് ആണെന്നുള്ളത്. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കും. നോർമലി അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രദ്ധിച്ചു പോകും. ഓക്കെ, യെസ്. പഠിച്ചിരുന്ന പല പോയിന്റ്സുകളും പല സ്ഥലങ്ങളിൽ എഴുതി വെച്ചതായിട്ട് ബോർഡിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. ടൈം പോകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യണം. പോകാനായിട്ട് ആരോടും പറയണില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ പോകാൻ പറയുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞെന്നുള്ള കേട്ടോ ടീച്ചർ. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിക്കാം. യെസ്. ഇനി ഓക്കെ, അപ്പൊ സ്പെഷ്യലൈസ്ഡ് വാർഡ്സ് ഓക്കെ അല്ലേ? മനസ്സിലായോ? യെസ്, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? സ്പെഷ്യലൈസ്ഡ് വാർഡ് ഇത് ഇത്രയും മാത്രമല്ല കേട്ടോ, ഇനിയുണ്ട്. നമുക്ക് ഇത്രയും ഇവിടെ പഠിക്കാനുള്ളൂ. ഇനി മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. നെക്സ്റ്റ് വരുന്നത് മെയിൻ കമ്പോണൻസ് ഓഫ് വാർഡ്. വാർഡ്സിന്റെ മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? ഇതൊക്കെ വരുന്നുണ്ട്. ക്ലിനിക്കൽ ഏരിയ ഉണ്ട്, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ഉണ്ട്, സാനിറ്ററി ഏരിയ. ഓക്കെ, ക്ലിനിക്കൽ ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്? പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. ക്ലിനിക്കൽ ഏരിയാസിൽ പഠിക്കണം കേട്ടോ. ഓരോന്നും ചിലപ്പോ എന്താണ് മാറിയൊക്കെ ചോദിക്കും. അപ്പൊ ഇത് ഏതൊക്കെ ഏരിയാസിലാണ് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ക്ലിനിക്കൽ ഏരിയയില് പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ. പിന്നെ ഓക്സിലറി ഏരിയാസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, എക്സെട്ര. ഓക്സിലറി ഏരിയാസിൽ നഴ്സസ് റൂം, ഡോക്ടേഴ്സ് റൂം, എക്സെട്ര. Then ancillary areas, മറ്റ് അനുബന്ധ ഏരിയാസ് ആണ് അല്ലെ? ആൻസിലറി ഏരിയാസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. എന്താണ് പാൻട്രി എന്ന് പറയുന്നത്? പാൻട്രി എന്താണ്? കേട്ടിട്ടുണ്ടോ? പാൻട്രി ഫുഡ് കഴിക്കാനോ? യെസ്, സ്റ്റോറിംഗ് ഫുഡ് ആൻഡ് ഡിഷസ് അല്ലെ? യെസ്, ക്ലീനിങ് അല്ലടോ, ക്ലോത്ത് വാഷിംഗ് അല്ല. പാൻട്രി മീൻസ് എന്താണ്? യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ഫുഡ് ആൻഡ് ക്ലോത്ത്സ്, സോറി, ഫുഡ് ആൻഡ് ഡിഷസ് ആൻഡ് സംടൈംസ് കിച്ചൺ ആൻഡ് യൂണിറ്റൈൽസ് അല്ലെ? അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ക്യാൻറ്റീൻ പർപ്പസ് തന്നെ അല്ലെ? പാൻട്രി ഏരിയാസ് വരുന്നത് എന്താണ്? ക്യാൻറ്റീൻ ആണ് അല്ലെ? അല്ലെങ്കിൽ ഭക്ഷണശാലയാണ് ആൻസിലറി ഏരിയാസിൽ ഉൾപ്പെടുന്നത്. ദെൻ ഡേ റൂംസ് ഉണ്ടാകാം. ഡേ റൂംസ് ഉണ്ടായിരിക്കും. ട്രോളി ബേസ് ഉണ്ട് അല്ലെ? ട്രോളി ബേസ് സൂക്ഷിക്കുന്നതിനായിട്ട് ട്രോളി ബേ റൂംസുകൾ, ട്രോളി ബേ ഏരിയാസ് ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ പഠിച്ചതുപോലെ തന്നെ ഇവിടെ പഠിച്ചിട്ടുള്ള പല സോൺസിലായിരിക്കും ട്രോളി ബേസ് വരുന്നത്. ഏത് സോണിലാണ് ട്രോളി ബേ വരുന്നത്? ഓപ്പറേഷൻ തിയേറ്ററില് ഏത് സോണിലായിരുന്നു ട്രോളി ബേ വരുന്നത്? മറന്നുപോയല്ലേ? പ്രൊട്ടക്റ്റീവ് സോണിലാണോ, ക്ലീൻ സോണിലാണോ, സ്റ്റെറൈൽ സോണിലാണോ? ആണോ? ട്രോളി ബേ സ്റ്റെറൈൽ സോണിലാണോ ശ്രീലക്ഷ്മി? ക്ലീനിങ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സോൺ പഠിച്ചിട്ടുണ്ടോ? എന്ത് ടീച്ചറെ, എവിടെയൊക്കെ ഒരു സോണിൽ ട്രോളി ബേ വരുന്നുണ്ട് അല്ലെ? ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് അറിയില്ല. പ്രൊട്ടക്റ്റീവ് സോൺ. ഓക്കെ, യെസ്. അപ്പൊ ആൻസിലറി ഏരിയാസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി ബേസ്. ഇനി സാനിറ്ററി ഏരിയാസിലാണ് എന്താ? ടോയ്ലറ്റ്സ് ആൻഡ് ഡേറ്റി യൂട്ടിലിറ്റി. ഓക്കെ, യെസ്.
സാനിറ്ററി ഏരിയാസിലാണ് ടോയ്ലറ്റ്സ്, ഡർട്ടി യൂട്ടിലിറ്റീസ് വരുന്നത്. Okay, these are the main components of ward: clinical area, auxiliary area, ancillary area, and sanitary areas. Okay, clear ആണോ? Okay, main components of wards clear ആണോ എല്ലാവർക്കും? Yes. Okay, നമുക്കിനി നെക്സ്റ്റ് നോക്കാം. Okay, factors involved in good ward management. Factors involved in good ward management. ഒരു വാർഡ് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗുഡ് വാർഡ് മാനേജ് ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിൽ ഇൻവോൾവ് ആവുന്നത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ് അല്ലെ. ഒരു ഹോസ്പിറ്റൽ വാർഡിൽ എന്തുണ്ടായിരിക്കും? പോളിസീസും പ്രോട്ടോകോൾസ് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കണം ആ വാർഡ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ ആ വാർഡ് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്, അതായിരിക്കുന്ന പ്രോട്ടോകോൾസും പോളിസീസും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം ആ വാർഡുകൾ പ്രവർത്തിക്കേണ്ടത്. അല്ലാത്ത പക്ഷമായിരിക്കും എന്ത്, അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഓക്കെ, പോളിസീസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ വാർഡിന് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. Then knowledge of all duties to be performed in the ward. Knowledge of all duties to be performed in the ward. എന്താണ്, ഏതൊക്കെ ഡ്യൂട്ടീസ് ആരൊക്കെയാണ് ചെയ്യുന്നത് അല്ലെ. ഓരോ സ്റ്റാഫുകളും വാർഡിൽ ഓരോ ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും. അതൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള നല്ല രീതിയിൽ ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം അല്ലെ. ഏതൊക്കെ ഡ്യൂട്ടീസ് ആണ് അവിടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എന്തുണ്ടായിരിക്കണം, ആ ഒരു നോളജ് ഉണ്ടായിരിക്കണം. താൻ എന്ത് റെസ്പോൺസിബിലിറ്റീസ് ആണ് അവിടെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അവർ പൂർണ്ണമായിട്ടൊരു ഉത്തരവാദിത്വം കൂടി ആയിരിക്കണം ഓരോ സ്റ്റാഫും അവിടെ പെർഫോം ചെയ്യേണ്ടത്. ഓക്കെ, then a planned program for each day's work. A planned program for each day's work. എന്താ പറയുന്നത്? A planned program for each day's work എന്ന് പറയുമ്പോ ഓരോ ദിവസവും എന്തുണ്ടായിരിക്കും, ഓരോ ദിവസവും വാർഡില് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് ചെയ്യുന്നത് അല്ലെ, എന്ത് പ്രോഗ്രാംസ് ആണ് ഇന്ന് ചെയ്യേണ്ടത് അല്ലെ. ഒരു വാർഡില് കൃത്യമായിട്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ എല്ലാ പ്രൊസീജിയേഴ്സും അതിൽ വരുന്നുണ്ട്. ഓരോ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടായിരിക്കണം അവിടെ ആ വാർഡിൽ പ്രവർത്തിക്കുന്നത്. ഓക്കെ, പ്ലാൻ പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. Then beginning the day on time. അടുത്ത എന്താണ്? beginning the day on time. ടൈമിൽ തന്നെ കൃത്യസമയത്ത് തന്നെ എന്താണ് വാർഡ് പ്രവർത്തനം ആരംഭിക്കേണ്ടതാണ് അല്ലെ. കൃത്യ ടൈമിൽ തന്നെ ഏകദേശം ഏതൊരു സമയത്തായിരിക്കും, ഇപ്പൊ രാവിലെ ഏതൊരു ടൈമിലായിരിക്കും വാർഡിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്? എത്ര മണിക്കായിരിക്കും? ചില സമയത്ത് 7 മണിക്കാണോ? ചില സമയത്ത് പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോ ഒരു 6 AM അല്ലെങ്കിൽ ഒരു 5:30 AM അല്ലെങ്കിൽ 5 AM എന്താണ് നഴ്സസ്മാര് വന്ന് മുട്ടുന്ന കണ്ടിട്ടില്ല നമ്മള്, അല്ലെങ്കിൽ സോറി മുട്ടല്ല, വാർഡിൽ വന്നിട്ട് ഓരോ പേഷ്യൻസിന് 5 മണിക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, ടെമ്പറേച്ചർ ഒക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് ചിലപ്പോൾ 5 മണിക്ക് തന്നെ തുടങ്ങുന്നത് 6 AM ആയിരിക്കും ചിലപ്പോൾ രാവിലെ മോർണിംഗിന്റെ വർക്ക് തുടങ്ങുന്നത്. ഇഞ്ചക്ഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഇന്ന ടൈമിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അത് എടുക്കണം എന്നുണ്ടായിരിക്കും. 6 മണിക്കൂറാണെങ്കിൽ ഇപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും. പിന്നെ ഇപ്പൊ വെളുപ്പിന് വന്ന് തന്നെ എന്തായിരിക്കും അവരത് എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ മെഡിസിൻസ് എന്തെങ്കിലും തരാനുള്ള ഏർലി മോർണിംഗിൽ കഴിക്കാനുള്ള മെഡിസിൻസ് ഉണ്ടായിരിക്കും. അത് ഓരോ പേഷ്യൻസിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ടായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പൊ ആരംഭിക്കും എന്താണ്, കൃത്യ ടൈമിൽ തന്നെ ആയിരിക്കും. ബിഗിനിങ് ദ ഡേ ഓൺ ടൈം, ഓൺ ദ ടൈമിൽ തന്നെ ആയിരിക്കണം വാർഡിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. ഓക്കെ, then preventing interruptions, establishment of ward routine. Preventing interruptions, establishment of ward routine. എന്താണ് interruptions എന്ന് ഇവിടെ പറയുന്നത്? preventing interruptions, establishment of ward routine. അതായത് വാർഡ് റൂട്ടിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടക്കാൻ പാടില്ല. അതായത് വാർഡ് റൂട്ടീൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പ്രത്യേകിച്ച് വരുന്നത്? ഇന്ററപ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? പുറത്തു നിന്നുള്ള വിസിറ്റേഴ്സിന് അനുവദിക്കുന്ന ഒരു ടൈം അല്ലെ.
പുറത്തുനിന്ന് വിസിറ്റേഴ്സിന് അനുമതി ചിലപ്പോൾ ഒരാളായിരിക്കുള്ളൂ സിറ്റിംഗ് ടൈമിൽ, ഇനി ഒരാൾക്ക് മാത്രമായിരിക്കും പ്രവേശനം ഉള്ളത്. അപ്പൊ ആ റുട്ടീൻ അല്ലെങ്കിൽ ആ വാർഡ് റുട്ടീൻ എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ പ്രവർത്തനം അവിടെ നടക്കാൻ പാടില്ല. ചിലപ്പോൾ ഒരേ ടൈമിൽ അറ്റ ടൈമിൽ കുറെ പേര് ചിലപ്പോൾ വിസിറ്റേഴ്സ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോ. അപ്പൊ എന്താണ് വാർഡിൽ കൃത്യമായിട്ട് അവിടെ മറ്റുള്ളവർക്ക് അത് മറ്റു പേഷ്യൻസിന് അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ലൗഡായിട്ടൊക്കെ സംസാരിക്കുന്നവരുണ്ടാവും, അങ്ങനെയൊന്നും വാർഡിൽ സംസാരിക്കാൻ പാടില്ല, സൈലൻസ് ആയിരിക്കണം. അപ്പൊ അതൊക്കെ എന്താണ് വാർഡ് റുട്ടീൻ എതിരായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിനെ പ്രിവെന്റ് ചെയ്യുന്ന മെഷേഴ്സ് പ്രത്യേകിച്ച് എന്താണ് നമ്മൾ വാൾ പോസ്റ്റേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സന്ദർശകർ ഈ ഒരു ടൈമിലായിരിക്കും കയറേണ്ടത്, അല്ലെങ്കിൽ ഇത്ര പേർക്ക് മാത്രം അകത്തേക്ക് പ്രവേശനമുള്ളൂ. അല്ലെങ്കിൽ വാൾ റുട്ടീനുമായി ബന്ധപ്പെട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഒന്നില്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഹോസ്പിറ്റൽ വാർഡ്സിൽ നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, യെസ്, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ പ്രിവെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, then use of democratic methods in establishment of ward policy. Use of democratic methods in the establishment of ward policy. എന്താണ് ഡെമോക്രാറ്റിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്? എന്തായിരിക്കാം? വാർഡ് പോളിസി തയ്യാറാക്കുമ്പോ അത് എല്ലാവർക്കും ജനാധിപത്യമായ രീതിയിൽ, അതായത് എന്താണ് അത് ശരിക്കും ഉദ്ദേശിക്കുന്നത്? ജനാധിപത്യം എന്നാണ്, പക്ഷെ അവിടെ ഏതൊരു മീനിങ്ങിലാണ് അത് അങ്ങനെ പറയുന്നത്? വാർഡ് പോളിസിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോ ഏത് രീതിയിലുള്ള മെത്തേഡ് ആയിരിക്കണം അവിടെ സ്വീകരിക്കേണ്ടത്? എങ്ങനെയുള്ള ഒരു മെത്തേഡ് ആയിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. യെസ്, എല്ലാവർക്കും യോജിച്ച രീതിയിൽ അല്ലെ, എല്ലാവർക്കും ഒരേപോലെ അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം വാർഡ് പോളിസീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത് അല്ലെ. എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള സൂട്ടബിൾ ആവുന്ന രീതിയിലായിരിക്കണം എന്താ വാർഡ് പോളിസീസുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രത്യേകിച്ച് വാർഡ് സ്റ്റാഫുകൾക്കും അതുപോലൊപ്പം തന്നെ എന്താണ് പേഷ്യൻസിനും ഒരേപോലെ അവർക്കും സുഗമമാകുന്ന രീതിയിലായിരിക്കണം, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലായിരിക്കണം എന്ത് വാർഡ് പോളിസീസുകൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. Then orientation of new staff members. Orientation of new staff members. Orientation of new staff members. അപ്പൊ പുതിയതായിട്ട് വാർഡിലെ പുതിയ സ്റ്റാഫുകൾ വരികയാണെങ്കിൽ അല്ലെ, അവർക്ക് വേണ്ടിയിട്ടുള്ള ഓറിയന്റേഷൻ ക്ലാസ്സുകൾ കൊടുക്കുക അല്ലെ, പ്രത്യേക പരിശീലനങ്ങൾ കൊടുക്കുന്നു വാർഡ് റെഗുലേഷൻസിനെ കുറിച്ചിട്ടും എന്താണ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സുകൾ ന്യൂ സ്റ്റാഫ് മെമ്പേഴ്സിന് കൊടുക്കുന്നത് വഴി എന്താണ് നല്ല രീതിയിൽ നമുക്ക് വാർഡ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ് മെയിൻ്റനൻസ് ഓഫ് എ സ്യൂട്ടബിൾ എൻവയോൺമെന്റ്. എങ്ങനെയുള്ള ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം വാർഡിൽ ഉണ്ടായിരിക്കേണ്ടത്? വളരെ സൈലൻസ് ആയിട്ട്, വളരെ നീറ്റ്നെസ് ആയിട്ടുള്ള വളരെ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന തരത്തിലേക്ക് ക്ലീനിക് യാതൊരു വിധത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള വളരെ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം വാർഡിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്, അവിടെ വരെ മതി കേട്ടോ. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു ഗുഡ് വാർഡ് മാനേജ്മെന്റിൽ വരുന്ന കാര്യങ്ങള്? ഫോളോ പോളിസീസ് ആൻഡ് പ്രോട്ടോകോൾസ്. ഇത് മനസ്സിലായല്ലോ? ഹോസ്പിറ്റലില് അല്ലെങ്കിൽ വാർഡിൽ എന്താണ് പ്രോട്ടോകോൾസ് പോളിസീസ് എന്തായിരിക്കും അത് ഫോളോ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ എന്താണ് എല്ലാ ഡ്യൂട്ടീസ് എല്ലാ വാർഡ്സിലെ സ്റ്റാഫുകൾ എന്താണ് അവരുടെ ഡ്യൂട്ടി എന്താണ്, അവർ എന്താണ് പെർഫോം ചെയ്യേണ്ടതിനെ പറ്റിയിട്ട് നല്ലൊരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം. പിന്നെന്താണ് പ്ലാൻ പ്രോഗ്രാം ഫോർ ഈച്ച് ഡേയ്സ് വർക്ക്. ഓരോ ദൈനംദിന ദിവസം തുടങ്ങുമ്പോൾ അതിന് കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങിലൂടെ ആയിരിക്കണം ആ ഒരു വാർഡിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓൺ ടൈമിൽ തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. പിന്നെ എന്താണ് പ്രിവെന്റിംഗ് ഇന്ററപ്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വാർഡ് റുട്ടീൻ. വാർഡ് റുട്ടീന് എതിരായിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല, അതിനെ പ്രിവെന്റ് ചെയ്യേണ്ടതാണ്. പിന്നെ use of democratic methods in establishment of ward policy. Ward policies എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അനുയോജ്യമായിരുന്ന രീതിയിലായിരിക്കണം അത് തയ്യാറാക്കപ്പെടേണ്ടത്. പിന്നെ സ്റ്റാഫ് മെമ്പേഴ്സ്, അതായത് ന്യൂ സ്റ്റാഫുകൾക്ക് അനുയോജ്യമായ രീതിയിലുള്ള ന്യൂ ഓറിയന്റേഷൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് അത് കൊടുക്കുക. ദെൻ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അവിടെ വരെ മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഉണ്ടോ?
ക്ലിയർ ആണോ ഇവിടെ വരെ? ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കേട്ടോ. പറയണേ, ആരും പറയാതിരിക്കരുത്. നോക്കിയാണെങ്കിലും വായിച്ചാലും മതി. What are the purpose of hospital ward? What are the purpose of any hospital ward? Diagnosis and treatment, promoting health, teaching and research. Yes. Then constant of ward species. എന്തൊക്കെയാണ് constant of ward species? Patient spaces, bathroom facilities, പിന്നെ washroom, visitor areas, Okay. storage areas and equipment supplies. Then what is a hospital ward? What is mean by hospital ward? അതിന്റെ definition ഒന്ന് പറയാമോ? A ward is A ward is a room hospital where beds are arranged for ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. often people who need similar treatment. Stay can be long term or short term depending upon to the severity of the condition. Okay, very good. Then types of wards. What are the two types of wards? ഏതൊക്കെയാണ്? General ward, specialized ward. Okay. Specialized wards an example ഒന്ന് പറയാമോ? Gynecology, maternity ward, neurology, ophthalmology. Okay, okay, yes. Expansion of CTVS എന്ന് പറഞ്ഞേ. Expansion CTVS. Cardiothoracic vascular surgery. Okay, very good. Yes. The main components of what? Main components of wards. Clinical area, auxiliary area, Clinical area and patient and nursing area. Yes. Nursing counter ancillary area ആണോ clinical area ആണോ ഉൾപ്പെടുന്നത്? Nursing counter auxiliary area. Okay, 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 thank you. Yes, നമ്മൾ എടുത്ത പോയിന്റ്സ് എവിടെയാണെന്നൊന്ന് രേഖപ്പെടുത്തി വെച്ചേക്കണേ. മെയിൻ്റനൻസ് ഓഫ് എ സൂട്ടബിൾ എൻവയോൺമെന്റ് വരെയല്ലേ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, താങ്ക് യു. Thank you. Have a nice day. Thank you, ma'am. Thank you. Thank you. Wish a happy Easter. Happy Easter in advance കേട്ടോ. Happy Easter എല്ലാവർക്കും.